ഹായ് മക്കളെ, ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ടോപ്പിക്കുകളിൽ ഒരു പ്രധാന ടോപ്പിക്ക് നമ്മളെടുത്തിട്ട് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള തിയറി, അതിൻ്റെ ഇക്വേഷൻസ്, കോൺസെപ്റ്റ്സ്, അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ കഴിയുമ്പോഴേക്ക് നീറ്റ് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ആ പർട്ടിക്കുലർ ടോപ്പിക്കിലെ കണ്ടൻറ്റുകൾ മൊത്തമായിട്ട് നമ്മളൊന്ന് കവർ ചെയ്യും. അതിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഇതാണ്, പ്രിസം. റേ ഒപ്റ്റിക്സ് ഈ സമയത്ത് ഏകദേശം +2 കുട്ടികളൊക്കെ പഠിക്കുന്ന സമയമാണ്. റിപ്പീറ്റേഴ്സിനാണെങ്കിലും റേ ഒപ്റ്റിക്സ് ഒരു കീറാമുട്ടിയൊക്കെ ആയിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ അതിന് മാത്രം കീറാമുട്ടിയൊന്നും ഇല്ല കേട്ടോ. നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ചാപ്റ്ററേ ഉള്ളൂ. ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. പക്ഷേ അത് ഓർഗനൈസ് ചെയ്ത് പഠിക്കണം, സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അതിലൊരു ടോപ്പിക്കാണ്, അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സിൽ ഒരു ടോപ്പിക്കാണ് പ്രിസം എന്ന് പറയുന്നത്. പ്രിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സാധാരണ ഗ്ലാസ് സ്ലാബും പ്രിസവുമായിട്ടുള്ളൊരു വ്യത്യാസം, ഗ്ലാസ് സ്ലാബിനെ സംബന്ധിച്ചിടത്തോളം റിഫ്രാക്റ്റ് ചെയ്യുന്ന സർഫസുകൾ പാരലൽ ആയിരിക്കും. അതായത് ഒന്നാമത്തെ റേ വന്ന് ഫസ്റ്റ് റിഫ്രാക്ഷൻ സംഭവിച്ച് അടുത്ത റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ആ ഒരു ഇൻ്റർഫേസ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇൻ്റർഫേസുകളും പരസ്പരം പാരലൽ ആയിരിക്കും നോർമലി ഗ്ലാസ് സ്ലാബുകളിൽ. പക്ഷേ പ്രിസത്തെ രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർ പാരലൽ ആയിരിക്കില്ല. അപ്പോൾ ആദ്യം ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ഒരു റേ വരുന്നു, ഫസ്റ്റ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അതിനുശേഷം നെക്സ്റ്റ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ഈ രണ്ട് സർഫസുകൾ നിങ്ങൾ കണ്ടില്ലേ, എ ബി എന്ന് പറയുന്ന രണ്ട് സർഫസ് കണ്ടില്ലേ, ആ രണ്ട് സർഫസുകൾ നോൺ പാരലായിരിക്കും പ്രിസത്തിൽ ഉണ്ടാവുക. അതിൻ്റെ എൻഡുകൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല കേട്ടോ. ഇതെങ്ങനെ വേണമെങ്കിലും ആവാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോവുകയാണെങ്കിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രിസം, എ എന്ന് പറയും. പക്ഷെ നമ്മളെപ്പോഴും ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട്, ഈ എൻ്റയർ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് അതൊരു ട്രയാങ്കുലർ പ്രിസമായിട്ടാണ് എടുക്കുന്നതെന്ന് മാത്രം. അത്രയേ ഉള്ളൂ വ്യത്യാസം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. എൻ്റെ മക്കൾ നന്നായിട്ട് നോക്കുക. അപ്പം നമ്മൾ ട്രയാങ്കുലർ പ്രിസമാണ് എടുക്കുക. അപ്പോൾ നോർമലി ഞാനൊരു പ്രിസം എടുക്കുകയാണ്. കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഉഷാറായിട്ടൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയേ. ഞാനൊരു പ്രിസം എടുക്കുകയാണ്. ആ പ്രിസത്തിൽ നോർമൽ വരക്കുന്നു. അപ്പോൾ ഈ നോർമൽ ഞാൻ വരയ്ക്കുമ്പം ഈ നോർമലിൽ ഒരു റേ വന്ന് പതിക്കുകയാണ് മക്കളെ, ഒരു റേ വന്ന് പതിക്കുകയാണ്. ആ റേ വന്ന് പതിക്കുമ്പം അവിടെ ഒരു ഇൻസിഡൻ്റ് ആംഗിൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടാവുമല്ലോ. അതിന് എന്താ ചെയ്യുക? അതിന് റിഫ്രാക്റ്റ് ചെയ്യും. ഫസ്റ്റ് റിഫ്രാക്ഷൻ സംഭവിക്കും. എല്ലാ സമയത്തും ഈ ഫസ്റ്റ് റിഫ്രാക്റ്റഡ് റേ ബേസ് ലൈനിന് പാരലൽ ആവണമെന്നില്ല. ആരെ ബേസ് ലൈൻ? ബേസ് ലൈൻ ഇതാണ്. ഈ ബേസ് ലൈനിന് പാരലൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അത് പാരലൽ ആവുന്ന ചില സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട്. അപ്പോൾ ഇത് ഇവിടെ വന്നിടിച്ചു. ഇടിക്കുമ്പം ആ പോയിന്റിൽ നമുക്ക് വീണ്ടും ഒരു നോർമൽ വരച്ചൂടെ മക്കളെ? ആ നോർമൽ വരയ്ക്കുന്ന പോയിന്റിൽ നിന്ന് ആ റേ റിഫ്രാക്റ്റ് ചെയ്ത് വീണ്ടും പോവുകയാണ്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? റിഫ്രാക്റ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്ന ആ റേ നമ്മൾ എമർജൻറ്റ് റേ എന്നൊക്കെ വിളിക്കും. അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എമർജൻസ് ഇ എന്നൊക്കെയാണ് വിളിക്കുക. ഇതിൽ ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രിസം എന്നറിയപ്പെടുന്നത്. അതായത് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസുകൾ പോയി കൂട്ടിമുട്ടുന്ന ഈ ആംഗിളാണ്. മനസ്സിലാവുന്നില്ലേ? അല്ലാണ്ട് കാണുന്ന ഏതെങ്കിലും ആംഗിൾ എടുത്ത് നമ്മൾ ആംഗിൾ ഓഫ് പ്രിസം എന്നൊക്കെ എഴുതരുത്. ഈ ആംഗിൾ ഓഫ് പ്രിസം എടുക്കുമ്പോൾ പോലും തെറ്റിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ തെറ്റുകൾ ഇനി ആവർത്തിക്കാതെ നോക്കുക. റിഫ്രാക്ഷൻ സംഭവിക്കുന്ന രണ്ട് സർഫസുകൾ തമ്മിലുണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആംഗിൾ ഓഫ് പ്രിസം എ ആണ്. റെഡി? ഞാൻ കൂടുതൽ ഡെറിവേഷൻസിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. ഏറ്റവും ആദ്യമായിട്ട് അത് നമുക്ക് ഡെറിവേഷൻസ് ആവശ്യമില്ലാത്ത ഏരിയയിൽ നമ്മൾ ഒരിക്കലും ഡെറിവേഷൻ പഠിക്കാനും പാടില്ല. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരു ഇൻസിഡൻ്റ് ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നടന്നിട്ട് ഫസ്റ്റ് റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ഒരു ഫസ്റ്റ് റിഫ്രാക്ഷൻ ആംഗിൾ ഒരു R1 ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു R2 കിട്ടും. ഇതിനെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് കൂട്ടിമുട്ടിച്ചാൽ എനിക്കിവിടെ ഒരു ട്രയാങ്കിളും വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഇനി എൻ്റെ മക്കൾ ഇങ്ങോട്ടേക്ക് നോക്കുക. ഏതൊരു പ്രിസത്തിലും ഇവിടെയുള്ള രണ്ട് റിഫ്രാക്റ്റിംഗ് ആംഗിൾസ് R1 + R2 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് പ്രിസമാണ് കിട്ടുക. അത് ഏത് പ്രിസത്തിനും വാലിഡ് ആയിട്ടുള്ള ഇക്വേഷനാണ്.
പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ ഒരു രീതിയിൽ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് R1+R2 = A ആണ്. രണ്ടാമത്തെ കാര്യം ആംഗിൾ ഓഫ് പ്രിസമാണ്. രണ്ടാമത്തെ കാര്യം ഈ റേ ഡയറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മക്കൾ നോക്കുക, ഇതാണ് ഇൻസിഡൻറ്റ് റേ എന്നറിയപ്പെടുന്നത് അല്ലേ. ആ ഇൻസിഡൻറ്റ് റേ അവിടെ ഒരു പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഈ രീതിയിലല്ലേ മക്കളെ പോകേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്. ഈ രീതിയിൽ പോകേണ്ട റേ ആണ് പിന്നീട് എന്ത് ചെയ്തത്, നേരെ റിഫ്രാക്റ്റ് ചെയ്ത് മെല്ലെ ഇങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായും അവൻ പോകേണ്ട ഡയറക്ഷനിൽ നിന്ന് ആ റേ ഒന്ന് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു. ഫൈനൽ റേ ഇങ്ങോട്ടേക്കാണ് വന്നതെങ്കിൽ അവിടെ ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഡെൽറ്റ എന്ന് എഴുതാം. ഇതിനെയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ, സംശയമില്ലല്ലോ. ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ. അങ്ങനെയാണെങ്കിൽ ആ ഡെൽറ്റയും ഇൻസിഡൻറ്റ് ആംഗിളും എമർജൻറ്റ് ആംഗിളും ഒക്കെ തമ്മിലൊരു റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത് മക്കളെ? ഒന്നുമില്ല, ആംഗിൾ ഓഫ് ഡീവിയേഷൻ വിൽ ബി ഈക്വൽ ടു ഇൻസിഡൻറ്റ് ആംഗിൾ പ്ലസ് എമർജൻറ്റ് ആംഗിൾ മൈനസ് ആംഗിൾ ഓഫ് പ്രിസം ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് ധൈര്യമായി ഏത് പ്രിസത്തിലും ഏത് കണ്ടീഷനിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചൊന്നും പേടിക്കാനില്ല. ഒരുപാട് കണ്ടീഷൻസ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെവിടെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഇതാണ് പ്രിസത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ്. റെഡിയല്ലേ? ഇതൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. NCERT ടെക്സ്റ്റ് ബുക്കിൽ +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബോർഡ് എക്സാമിനൊക്കെ ഡെറിവേഷനുള്ള സാധനങ്ങളാണിത്. അവിടെ നിന്നോട്ടെ. റെഡിയല്ലേ? ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഇൻസിഡൻറ്റ് ആംഗിൾ വേഴ്സസ് ഡീവിയേഷൻ ഒരു ഗ്രാഫ് വരയ്ക്കാമെന്ന് വിചാരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. പല കുട്ടികൾക്കും ഭയങ്കരമായ മിസ്കോൺസെപ്റ്റുകളുള്ള ഒരു ഗ്രാഫും കൂടിയാണിത്. അപ്പോൾ ഈ ഡെൽറ്റ വേഴ്സസ് I, അതായത് ഞാൻ ഈ ഇൻസിഡൻറ്റ് ആംഗിൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ലേസർ എടുത്തിട്ട് ഒരു പ്രിസത്തിലേക്ക് അടിച്ചിട്ട് ആ ലേസർ ബീമിനെ ഞാൻ ലേസർ റേ ഞാൻ മെല്ലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻസിഡൻസ് ആംഗിൾ ഉറപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കും, I ഉറപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ I മാറുമ്പോൾ ആ ഡെൽറ്റ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ, ഇതിനൊരു ഇക്വേഷനൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ വഴി ആ ഗ്രാഫ് ക്രിയേറ്റ് ഒക്കെ ചെയ്യാം. പക്ഷേ അതല്ലാതെ പ്രാക്ടിക്കലി അത് ചെയ്താലും എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആ ഗ്രാഫ് കിട്ടാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഈ രീതിയിലാണ്. റെഡിയല്ലേ? ഈ വര നിങ്ങൾ നോക്കണ്ട, ആ ഒരു കർവായിട്ടാണ് നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് കർവായിട്ടാണ് കിട്ടുക. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഏതോ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ, എൻ്റെ മക്കൾ നോക്കുക, ഏതോ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ഡീവിയേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? അതിനെയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ D എന്ന് പറയുന്നത്. മിനിമം ഡീവിയേഷൻ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ലെറ്റർ തന്നെ ഞാൻ കൊടുക്കുകയാണ്, D. അപ്പോൾ ഏറ്റവും മിനിമം ഡീവിയേഷനിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണെന്ന് കരുതുക. ഇനി മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മറ്റൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ എടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കുകയാണ്, I1 എഴുതാം ഞാൻ. ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഡീവിയേഷൻ ഡെൽറ്റ കിട്ടില്ലേ കുഞ്ഞുങ്ങളെ? ഇനി നിങ്ങൾ നോക്ക്, ഇതേ ഡെൽറ്റ കിട്ടുന്ന ഈ I1 മാത്രമല്ല ഉള്ളത് കേട്ടോ. ഞാനിത് നേരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒരു മറ്റൊരു ആംഗിൾ കൂടി ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാം. അത് മറ്റൊരു ഇൻസിഡൻറ്റ് ആംഗിളാണ്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കുക, ഈ ഒരു മറ്റൊരു ഇൻസിഡൻറ്റ് ആംഗിൾ I2 ആണെങ്കിൽ ഈ I1 എന്ന് പറയുന്ന ആംഗിളിനും I2 എന്ന് പറയുന്ന ആംഗിളിനും സെയിം ആംഗിൾ ഓഫ് ഡീവിയേഷനിലേ കിട്ടുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ? വളരെ സിമ്പിളാണ്. എൻ്റെ മക്കൾ നല്ലോണം ഇങ്ങോട്ടേക്ക് നോക്കുക. അതായത് ഞാൻ ഒരു റേ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഡീവിയേഷൻ ഇങ്ങോട്ടേക്കല്ലേ മക്കളെ? ഇങ്ങോട്ടേക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈ ഒരു പർട്ടിക്കുലർ എമർജൻ്റ് ആംഗിളാണ്, ശരിയല്ലേ? ഇനി നേരെ നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന റേ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്കാണെന്ന് കരുത്. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന റേ ഇങ്ങോട്ടേക്കാണെന്ന് കരുത്. അപ്പോൾ അവിടുത്തെ ഇൻസിഡൻറ്റ് ആംഗിൾ ആരാണ്? ഈ ആയി മാറും. അപ്പോൾ അത് എമർജ് ചെയ്ത് വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ I ഇൻസിഡൻറ്റ് ആംഗിൾ ആകുമ്പോൾ എമർജൻ്റ് ആംഗിൾ E ആണെങ്കിൽ തിരിച്ചു വരുന്നൊരു റേ
എമർജന്റ് ആംഗിൾ എന്ന് പറയുന്നത് ഇൻസിഡന്റ് ആംഗിളായി മാറുകയാണെങ്കിൽ തിരിച്ച് എമർജന്റ് ആംഗിൾ ആരായി മാറും? ഇൻസിഡന്റ് ആംഗിളായി മാറും. തലേ കയറുന്നില്ലെങ്കിൽ മക്കളൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. 30 ഡിഗ്രി ഇൻസിഡന്റ് ആംഗിൾ ആയ സമയത്ത് എമർജന്റ് ആംഗിൾ 43 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ചുമ്മാ ഒരു എക്സാമ്പിൾ ആണ്. എങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് 43 ആണെങ്കിൽ ഉറപ്പാണ് എമർജന്റ് ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും ഈ കേസിൽ. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഇൻസിഡന്റ് ആംഗിൾ ഐ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന എമർജന്റ് ആംഗിൾ ഇ ആണെങ്കിൽ തിരിച്ച് റേ പോവുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടി റേ പോവുകയാണെങ്കിൽ ഇൻസിഡന്റ് ആംഗിൾ ഇ ആയി മാറും, എമർജന്റ് ആംഗിൾ എന്തായി മാറും? ഐ ആയി മാറും. അപ്പോൾ ഈ ഐ ആൻഡ് ഇ എന്ന് പറയുന്നത് ഒരു പെയറാണ്. ഐ ആൻഡ് ഇ ഒരു പെയറാണ്. ഐ ഇൻസിഡന്റ് ആംഗിൾ ആണെങ്കിൽ ഇ എമർജന്റ് ആംഗിൾ ആണെങ്കിൽ തിരിച്ച് ഇ ഇൻസിഡന്റ് ആംഗിൾ ആകുമ്പോൾ ഇ എമർജന്റ് ആംഗിൾ ആയി മാറും, അല്ലെ ഐ എമർജന്റ് ആംഗിൾ ആയി മാറും. ഇങ്ങനെ മാറുന്ന സമയത്ത് രണ്ട് കേസിലും ഡീവിയേഷൻ സെയിം ആയിരിക്കും വരിക. ഉറപ്പാണ് ഇവിടെ ഡീവിയേഷൻ സെയിം ആണ് വരിക. അങ്ങനെ ഡീവിയേഷൻ സെയിം ആവുന്നത് കൊണ്ട് ഇതിൽ ഒരാൾ ഇൻസിഡന്റ് ആംഗിൾ ആണെങ്കിൽ ഒരാൾ ആരായിരിക്കും കുഞ്ഞുങ്ങളെ വരിക? എമർജന്റ് ആംഗിൾ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒന്നും നോക്കണ്ട. ഇനി വേറൊരു കാര്യം കൂടി, ചില കുട്ടികൾ ഇത് വിചാരിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വിചാരിക്കുന്ന ഒരു കേസ് ഇത് പെർഫെക്റ്റ്ലി സിമെട്രിക് ആണെന്നാണ്. യു പോലെ ഇതൊരു സിമെട്രിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇതാണ് മിനിമം ഡീവിയേഷൻ വരുന്ന ആംഗിൾ, ഇൻസിഡന്റ് ആംഗിൾ. നോക്കൂ, അതിന് വേറൊരു ആംഗിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. വേറൊരു ആംഗിൾ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു I1 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എമർജന്റ് ആംഗിൾ എടുക്കുകയാണെങ്കിൽ പല കുട്ടികളുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ ദൂരം തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ ഡിഫറൻസ് എന്നാണ്. ഒരിക്കലുമല്ല. ഇത് സിമെട്രിക് അല്ലേ ഈ ഗ്രാഫ്? പ്യോർലി ഇത് സിമെട്രിക് അല്ല. എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഡീവിയേഷൻ വേഴ്സസ് ഇൻസിഡന്റ് ആംഗിൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ആംഗിളിലാണ് മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്നതെങ്കിൽ എൻ്റെ മക്കളെ ഇതിൻ്റെ ലെഫ്റ്റിൽ ഞാനൊരു ഇൻസിഡന്റ് ആംഗിൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ആ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അടുത്ത ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് എമർജന്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഈ I1ഉം ഐയും തമ്മിലുള്ള ദൂരം ഒരു എക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഐയും I1ഉം തമ്മിലുള്ള വ്യത്യാസം ഒരു എക്സ് ആണെങ്കിൽ ഐയും ഇയും തമ്മിലുള്ള വ്യത്യാസം ഒരു എക്സ് ഡാഷ് ആണെങ്കിൽ എനിക്ക് ധൈര്യമായി പറയാം ദാറ്റ് എക്സ് ഡാഷ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കും. ഇത് 100% ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട കണ്ടീഷനാണ് ആ ഗ്രാഫിൽ. സോ ഇവിടുത്തെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ ഡി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ മിനിമം ഡീവിയേഷൻ ആംഗിൾ ആണ് ക്യാപിറ്റൽ ഡി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ മാക്സിമം ഡീവിയേഷൻ? ഒരു പ്രസത്തിൽ വരാവുന്ന ഏറ്റവും പരമാവധി ഡീവിയേഷൻ എത്രയാണ്? മക്കളെ, പരമാവധി ഡീവിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഒരു പ്രസത്തിൽ എപ്പോഴും അവിടുത്തെ പരമാവധി ഡീവിയേഷൻ കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതൊരു ഫുൾ ടൈം കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുക. ഇതിനൊക്കെ ഫാർ ബിഗർ നല്ല സൂപ്പർ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പക്ഷേ അതിലേക്കൊന്നും ഇറങ്ങിപ്പോണമെന്നില്ല ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്ന ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരുപാട് ഇൻറ്റീരിയർ കോൺസെപ്റ്റുകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യമായിട്ടുള്ള പെരിഫറൽ കോൺസെപ്റ്റുകൾ മാത്രം നമുക്ക് മതി. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് മാക്സിമം ഡീവിയേഷൻ ഇൻ എ പ്രിസം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടി, മിനിമം ഡീവിയേഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന ഇൻസിഡന്റ് ആംഗിൾ ഐ ആണെങ്കിൽ മറ്റൊരു ഡീവിയേഷൻ ഉണ്ടാകുന്ന സമയത്തെ ഇൻസിഡന്റ് ആംഗിളും എമർജന്റ് ആംഗിളും തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ രീതിയിലായിരിക്കും. അതായത് ഈ I1ഉം ഐയും തമ്മിലുള്ള ദൂരം ഒരു എക്സ് ആണെങ്കിൽ ഐയും ഇയും തമ്മിലുള്ള ദൂരം എക്സ് ഡാഷ് ആണെങ്കിൽ ഈ എക്സ് ഡാഷ് എപ്പോഴും എക്സിനേക്കാൾ കൂടുതലായിരിക്കും വരുന്നുണ്ടാവുക. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കൾ ആ ഒരൊറ്റ കേസ് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളൊന്ന് ഒരൊറ്റ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? പെട്ടെന്നൊന്ന് പറ. For a prism, angle of minimum deviation is occurred at an incident angle 40 degree. Out of the following options, what must be the angle of emergence for an angle of incidence equal to 31 degree? ഒരു പ്രിസത്തിൻ്റെ മിനിമം ഡീവിയേഷൻ ആംഗിൾ വരുന്ന കേസ് അവിടെ പറയുന്നുണ്ട് അല്ലേ? നോക്കൂ, ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിൽ മിനിമം ഡീവിയേഷൻ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 40 ഡിഗ്രിയാണ്. യെസ്, 40 ഡിഗ്രിയാണ്. ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് വാട്ട് മസ്റ്റ് ബി ദ ആംഗിൾ ഓഫ് എമർജൻസ് ഫോർ ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു 31 ഡിഗ്രി. അതായത് ഒരു 31 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്ന സമയത്ത്
31 ഡിഗ്രീൻ്റെ പ്രത്യേകത എന്താ? 40-നേക്കാൾ കുറവാണ്. സോ 31 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നിങ്ങൾക്കൊരു ഡീവിയേഷൻ കിട്ടും, ഡെൽറ്റ. മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ ഡി കിട്ടിയത് 40 ഡിഗ്രിയിലാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കാം. എന്നാൽ മറ്റൊരു ആംഗിളിൽ മിനിമം അല്ലാത്ത വേറൊരു ഡീവിയേഷൻ കിട്ടുമല്ലോ. അപ്പോൾ 31 ഡിഗ്രിയിൽ ഡീവിയേഷൻ എന്ന് പറയുന്ന ഡെൽറ്റയാണ് കിട്ടിയത്. നിങ്ങൾ നോക്കൂ മക്കളെ, ഈ 31 ഡിഗ്രിയിൽ മാത്രമല്ല ആ ഡെൽറ്റ കിട്ടുന്നത്, മറ്റൊരാംഗിളിലും കൂടി ഇതേ ഡീവിയേഷൻ ഡെൽറ്റ കിട്ടുന്നുണ്ട്. അത് ഏത് ആംഗിൾ ആയിരിക്കും താഴെ തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, ഈ ഇൻസിഡൻ്റ് ആംഗിളും മിനിമം ഡീവിയേഷൻ്റെ ആംഗിളും തമ്മിലുണ്ടാകുന്ന ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഡിഫറൻസ് 9 ഡിഗ്രിയാണ്. ഇവിടെ 31-നും 40-നും ഇടയിൽ 9 ഡിഗ്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 40-നും ഈ തീറ്റയ്ക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാവണ്ടേ മക്കളെ? ഈ ആംഗിൾ ഡിഫറൻസ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാവണ്ടേ? അപ്പോൾ 40 ഡിഗ്രി കഴിഞ്ഞാൽ 9-ന് മുകളിൽ ഗ്യാപ്പ് വരുന്നൊരു ആംഗിൾ, അതായത് 49-നേക്കാൾ വലിയൊരു ആംഗിൾ, 40 ഡിഗ്രിയാണ് മിനിമം ഡീവിയേഷൻ കിട്ടുന്ന ഇൻസിഡൻ്റ് ആംഗിൾ, അതിനേക്കാൾ 9 ഡിഗ്രി മാറ്റമുള്ള രണ്ട് ആംഗിൾസ് ആണ്. അതിൽ ഒന്നാമത്തെ ആംഗിൾ 31 ആണ്. അപ്പോൾ അടുത്ത ആംഗിൾ 49 ആണ് വരേണ്ടത്. പക്ഷെ 49-നേക്കാൾ മുകളിലായിരിക്കണം ആൻസർ. കാരണം നമ്മൾ പറഞ്ഞ കേസ് എക്സ് ഡാഷ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ എക്സ് ഡാഷ് അത് എക്സിനേക്കാൾ കൂടുതലായിരിക്കണം, 9-നേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെ തന്ന ഒരു ഓപ്ഷൻ ഇവിടെ എന്ത് പറയാൻ പറ്റും? ഇവിടെ നിങ്ങൾ നോക്കുക, 49 40-ഉമായിട്ടുള്ള വ്യത്യാസം 9 ആണ്, പരിപാടി നടക്കില്ല. 51 ആവുന്ന സമയത്ത് 40-ഉം 11-ഉം 51, യെസ് ഇത് ഓക്കെയാണ്, ഈ ഓപ്ഷൻ ഓക്കെയാണ്. 45 ഡിഗ്രി 45-ഉമായിട്ട് 5 ഡിഗ്രി വ്യത്യാസമാണ്, നടക്കില്ല. 32 ഡിഗ്രി 100% ഉറപ്പായിട്ട് നടക്കില്ല. ഇതിൽ കറക്കി കുത്തിയാൽ പോലും കുത്താൻ പാടില്ലാത്ത ആൻസറാണ് 32 ഡിഗ്രി. കാരണം മിനിമം ഡീവിയേഷന് വേണ്ട ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഒരു ആംഗിൾ 40-നേക്കാൾ കുറഞ്ഞ ആംഗിളാണ് തന്നതെങ്കിൽ അതേ ഡീവിയേഷൻ തന്നെ കിട്ടാൻ 40-നേക്കാൾ കൂടിയ മറ്റൊരു ആംഗിൾ ആയിരിക്കും ഉറപ്പായിട്ടും ആൻസർ. അപ്പോൾ 100% ഉറപ്പായിട്ടും ആൻസർ അല്ലാത്തതാണ് നാലാമത്തെ ഓപ്ഷൻ. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഷുഡ് ബി ഏതായിരിക്കും മക്കളെ? നമുക്ക് കിട്ടുക 51 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. റെഡിയല്ലേ കാര്യം? സോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളുടെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. റെഡി. അപ്പോൾ ഇനി മക്കൾ ഇങ്ങോട്ടേക്ക് നോക്കുക. അടുത്തൊരു കേസ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? നമ്മൾ ഏതൊരു പ്രശ്നം നിങ്ങൾ എടുക്കുകയാണെങ്കിലും R1 + R2 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രിസമാണ്. ഇൻസിഡന്റ് ആംഗിൾ പ്ലസ് എമർജന്റ് ആംഗിൾ മൈനസ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത് ഡീവിയേഷൻ ആണ്. എങ്കിൽ ആ ഡീവിയേഷൻ മിനിമം ആകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും? ഡീവിയേഷൻ മിനിമം ആവുന്ന സമയത്ത് മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇത് നമ്മുടെ നോർമലാണ്. ഇൻസിഡന്റ് റേ ഇങ്ങനെ വരുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് മക്കളെ. റേ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ഒരു നോർമൽ കിട്ടുന്നു, ഡീവിയേറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബേസ് ഓഫ് ദ പ്രിസവും അതുപോലെ തന്നെ റിഫ്രാക്റ്റിംഗ് റേയും പാരലൽ ആയിരിക്കും. ആദ്യത്തെ പോയിന്റ് അതാണ്. റിഫ്രാക്റ്റഡ് റേ പാരലൽ ടു ബേസ് ഓഫ് ദ പ്രിസം ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് പറയാൻ വരുന്നത്, ഇവിടെ ഫസ്റ്റ് റിഫ്രാക്ഷൻ നടന്ന R1 ആംഗിളും ഇവിടുത്തെ R2 ആംഗിളും മക്കളെ സെയിം ആയിരിക്കും നോർമലി മിനിമം ഡീവിയേഷനിൽ. ആൻഡ് ഇൻസിഡന്റ് ആംഗിൾ മസ്റ്റ് ബി എക്സാക്ട്ലി ഈക്വൽ ടു എമർജന്റ് ആംഗിൾ ആയിരിക്കും. ഇത്രയും കണ്ടീഷൻസ് ആണ് മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. മിനിമം ഡീവിയേഷൻ ആണ് ഒരു പ്രിസത്തിനെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് സ്പെഷ്യൽ കേസാണ്. ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല. R1 = R2 എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല. ഇൻസിഡന്റ് ആംഗിൾ = എമർജന്റ് ആംഗിൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഈക്വൽ അല്ല. അത് മിനിമം ഡീവിയേഷൻ പ്രസത്തിന് വരുമ്പോൾ മാത്രമേ ഈ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് പ്രസത്തിനും എവിടെയും നിങ്ങൾക്ക് കണ്ണുകൂട്ടി ഉപയോഗിക്കാവുന്ന കണ്ടീഷനാണ് ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻസ്. നൗ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്കുക. ഇവിടെ ഇക്വേഷൻസ് എങ്ങനെയായിട്ട് മാറും? തീർച്ചയായിട്ടും ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ എന്ന് പറയുന്ന മിനിമം ഡീവിയേഷൻ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഡി എന്ന് എഴുതാം എനിക്ക്. ആ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം I + E - A ആണ് ഡെൽറ്റ. എങ്കിൽ ആ മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത് I + E, ഐയും ഇയും സെയിം ആയതുകൊണ്ട് I ആൻഡ് E സെയിം 2i എന്ന് എഴുതാം, മൈനസ് A.
എ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം R1 + R2 ആണ്. പക്ഷെ ഇപ്പോൾ R1ഉം R2 ഒക്കെ സെയിം ആണല്ലോ. R എന്ന് എഴുതാം എനിക്ക്. അപ്പോൾ R1 + R2 എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത് R1 + R2 പകരം 2R എന്ന് എഴുതിയാൽ പോരെ എനിക്ക് R + R. എങ്കിൽ 2i - എക്ക് പകരം 2R എന്നെനിക്ക് എഴുതാം. റെഡിയാണോ കാര്യം? അപ്പോൾ ഇത് മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം കൂളായിട്ട് കിട്ടും. അതും നിങ്ങൾ ഇക്വേഷൻ വൈസ് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ തീർച്ചയായിട്ടും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. sin of a + d / 2 / sin of a/2. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി പ്രിസം. റെഡിയല്ലേ? എന്നാൽ ആ പ്രിസം വളരെ തിന്നായിട്ടുള്ളൊരു പ്രിസമാണെന്ന് വിചാരിക്കാം മക്കൾ. വളരെ തിന്നായിട്ടുള്ളൊരു പ്രിസമാണെന്ന് വിചാരിക്കാം. തിൻ പ്രിസമാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ആംഗിൾ ഓഫ് പ്രിസം ഒക്കെ വളരെ ചെറുതാണ്. അപ്പോൾ തിന്നാണ് കാര്യങ്ങളെങ്കിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്നും ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്നുള്ള ഒരു മിനിമൽ അപ്രോക്സിമേഷൻ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിവിടെ മാത്രമൊന്നുമല്ല കേട്ടോ. ലോസ് ഓഫ് മോഷനിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സർഫസ് ടെൻഷനിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു അസംഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എടുക്കുന്നുണ്ട്. റേ ഒപ്റ്റിക്സിൻ്റെ ഒട്ടുമിക്ക ഡെറിവേഷൻസിലും നമ്മുടെ ലെൻസിൻ്റെ ഒക്കെ ഡെറിവേഷൻസിലൊക്കെ ഈ ഒരു പർട്ടിക്കുലർ അസംഷൻ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു പ്രിസമാണെങ്കിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റയാണ് എങ്കിൽ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിട്ട് ഇക്വേഷൻ മാറും മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം sin of a + d/2 എന്ന് പറയുന്നത് ഏകദേശം a + d / 2 ആയിട്ട് എടുക്കാം. sin of a/2 എന്ന് പറയുന്നത് a/2 ആയിട്ട് എടുക്കാം. കാരണം തിന്നാണ് പ്രിസം. തിന്നാണെങ്കിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റയാണ്. അപ്പോൾ sin of a + d / 2 എന്ന് പറയുന്നത് a + d / 2 ആണ്. എങ്കിൽ ആ സൈൻ അങ്ങ് പോവും, 2 ക്യാൻസൽ ആവും. a + d / a മക്കളെ നമുക്കത് മുറിച്ചെഴുതുകയാണെങ്കിൽ a/a + d/a എന്ന് കിട്ടും. ഉറപ്പാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് a/a എന്ന് പറഞ്ഞാൽ 1 + d / a എന്നാവും. ഇത് സോൾവ് ചെയ്യുമ്പോൾ d = n - 1 × a എന്ന് ഇക്വേഷനായിട്ട് മാറും. ഇതാണ് മിനിമം ഡീവിയേഷൻ വിത്ത് റെസ്പെക്ട് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് തിൻ പ്രിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസ് തിൻ പ്രിസത്തിൻ്റെയാണ്. ഈ ഒരു 3 കേസുകളായി നമ്മൾ പ്രിസം ഭംഗിയായി പഠിക്കുകയാണെങ്കിൽ 100% ഉറപ്പായിട്ടും പ്രിസത്തിൻ്റെ 90% ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ ഇത് മതി. പിന്നെ നമുക്ക് കോൺസെപ്ച്വൽ ആയിട്ടുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. TIR സംഭവിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമുക്ക് റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സ്നെൽസ് ലോ ബേസിക് ആയിട്ട് അപ്ലൈ ചെയ്യാനും ഒക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരുപാട് തലപ്രാന്ത് കിട്ടുന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളൊന്ന് ക്വിക്ക് നോട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു. നമുക്കൊന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ഫോർ എനി പ്രിസം ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ R1 ആൻഡ് R2 സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് പ്രിസം കിട്ടും. രണ്ടാമത്തത് ഫോർ എനി ഡീവിയേഷൻ ആംഗിൾ ഡെൽറ്റ I + E - a ആണ് ആ ഡെൽറ്റ കിട്ടുക. ഇത് ഏത് പ്രിസത്തിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മളവിടെ പറഞ്ഞിരുന്ന കാര്യം, ഇവിടുത്തെ ഡെൽറ്റ വേഴ്സസ് I കർവ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഡീവിയേഷൻ വേഴ്സസ് ഇൻസിഡൻറ്റ് ആംഗിൾ കർവ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ഡീവിയേഷൻ കിട്ടുന്ന 2 ഇൻസിഡൻറ്റ് ആംഗിൾ നമുക്ക് കിട്ടാൻ പറ്റും. അതിൻ്റെ കാരണം ഇതൊരു റിവേഴ്സൽ നടക്കുന്നത് കൊണ്ടാണ്. അതായത് റേ ഡയറക്റ്റായിട്ട് കയറി പോകുന്ന സമയത്ത് അത് എമർജ് ചെയ്ത് പോകുന്ന റേ തിരിച്ച് ഇൻസിഡൻറ്റ് റേ ആയിട്ട് മാറുകയാണെങ്കിൽ ആദ്യത്തെ ഇൻസിഡൻറ്റ് റേ പിന്നീട് എമർജൻ്റ് റേ ആയിട്ട് തിരിഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ ആദ്യം ഐയും ഇയും പെയറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് രണ്ടാമത്തെ കേസിൽ തിരിച്ചു വരികയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ആംഗിളായും ഐ എന്ന് പറയുന്നത് എമർജൻ്റ് ആംഗിളായിട്ടും വരും. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഡെൽറ്റ 2 ആംഗിളിന് നമുക്ക് കിട്ടും. പക്ഷേ ആ 2 ആംഗിൾസ് എടുക്കുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിനിമം ഡീവിയേഷൻ കിട്ടുന്ന ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ നമ്മൾക്ക് അറിയാമെങ്കിൽ ആ ഇൻസിഡൻറ്റ് ആംഗിളിനേക്കാൾ കുറഞ്ഞ ആംഗിളായിരിക്കും ആദ്യം കിട്ടുക, കൂടിയ ആംഗിളായിരിക്കും അടുത്തത് കിട്ടുക. മാത്രമല്ല ഈ I1ഉം Iയും തമ്മിലുണ്ടാകുന്ന ഗ്യാപ്പ് X ആണെങ്കിൽ, Iയും Eയും തമ്മിലുള്ള ഗ്യാപ്പ് X' ആണെങ്കിൽ ഈ Iയും Eയും തമ്മിലുള്ള ഗ്യാപ്പായ X' മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ X ആയിരിക്കും വരുന്നുണ്ടാവുക. പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നൗ ഇത് മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് റിഫ്രാക്റ്റഡ് റേ, അതായത് ഒരു പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ബേസ് ലൈനിന്
പാരലായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. സോ ഇത് ബേസ് ലൈൻ ആണെങ്കിൽ ഇതിന് പാരലായിരിക്കും റിഫ്രാക്റ്റഡ് റേ പോകുന്നുണ്ടാവുക. ആൻഡ് അഗെയിൻ രണ്ടാമതൊരു പോയിന്റ്, അവിടുത്തെ ഫസ്റ്റ് റിഫ്രാക്ഷൻ ആംഗിളും R2ഉം എപ്പോഴും സെയിം ആയിരിക്കും, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അഗെയിൻ ഇൻസിഡന്റ് ആംഗിളും എമർജന്റ് ആംഗിളും സെയിം ആയിരിക്കും മിനിമം ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ. അങ്ങനെ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൈൻ ഓഫ് A + D / 2 / sin A / 2 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? ഇത് പ്രിസമാണെങ്കിൽ ഈ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണെങ്കിൽ ഇൻസിഡന്റ് റേ കടന്നു വരുന്ന മീഡിയം എന്ന് പറയുന്നത് N1 ആണെങ്കിൽ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N21 ആണ് നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടിയത്. സോ സൈൻ ഓഫ് A + D / 2 / sin A/2. അതൊരു തിൻ പ്രിസമാണെങ്കിൽ എല്ലാ സൈൻ തീറ്റകളും എല്ലാ ടാൻ തീറ്റകളും തീറ്റയായിട്ട് മാറുകയും നമുക്ക് അവിടുത്തെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ n-1 × A എന്ന് ആയി വരികയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു കുട്ടി പ്രിസത്തിൽ ആദ്യഘട്ടത്തിൽ പഠിക്കേണ്ടത്. പോയിന്റ് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ അടുത്ത ഒരു കാര്യം ചെറുങ്ങനെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്നും തുടങ്ങാം. എന്നിട്ട് അവസാനിക്കും നമ്മൾ നീറ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമുക്ക് അവസാനിക്കാം. അന്നേരം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രിസം സെറ്റായി എന്നാണ് അർത്ഥം. മക്കളൊന്ന് നോക്കുക. ഫോർ എ ഗ്ലാസ് പ്രിസം ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രിസം. യെസ്, ഇവിടെ എന്താ അവർ പറയുന്നത്? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസം. ആദ്യം അവിടെ ഡയറക്റ്റ് കണ്ടീഷൻ തന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് കണ്ടീഷൻ തരുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഇതൊരു ലെവൽ 1 ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രിസം. എത്രയാണ് ആംഗിൾ ഓഫ് പ്രിസം? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്കറിയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ എന്നാണ് തന്നത്, n എന്നെടുക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 നമുക്ക് തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡിയും എയും നമുക്കറിയാമെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ തീർച്ചയായിട്ടും നമുക്കറിയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n = സൈൻ ഓഫ് A + D / 2 / sin A / 2. മക്കളെ ഒരിക്കലും ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കരുത്. എപ്പോഴും നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ ആദ്യം ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഇക്വേഷൻസ് തലേൻ്റെ ഉള്ളിലേക്ക് കയറും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. n എന്ന് പറയുന്നത് എന്തായിരിക്കും എൻ്റെ മക്കൾ നോക്ക്? √3 ആണ് വരിക. സൈൻ ഓഫ് A + D / 2. ആംഗിൾ ഓഫ് പ്രിസമാണ് കാണേണ്ടത്. അപ്പോൾ ഡി ഉള്ള സ്ഥാനത്തൊക്കെ എ കൊടുക്കാം. അപ്പോൾ A + A 2A / 2 എന്ന് പറയുമ്പോൾ സൈൻ എ എന്നെടുക്കാം. / ഓഫ് A/2 എന്ന് കിട്ടും നമുക്ക്. ഇനി എൻ്റെ മക്കളെ ഇങ്ങോട്ടേക്ക് നോക്ക്. സൈൻ എ ഹാഫ് ആംഗിൾ ഫോർമുല പല സമയങ്ങളിലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സൈൻ 2θ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 2 sin θ cos θയാണ്. എങ്കിൽ സൈൻ θ എന്ന് പറയുന്നത് 2 sin ഓഫ് θ/2 cos θ/2 ആണ്. ഈ ഒരു ഹാഫ് ആംഗിൾ ഫോർമുല നമ്മൾ പഠിക്കുകയാണെങ്കിൽ √3 എക്സാക്ട്ലി ഈക്വൽ ടു സൈൻ എക്ക് പകരം എനിക്ക് എന്തെഴുതാം? 2 sin ഓഫ് A/2 cos ഓഫ് A/2 എന്ന് എഴുതാം. താഴെ സൈൻ ഓഫ് A/2 ഉണ്ട്. 2 sin ഓഫ് A/2 ക്യാൻസൽ ആക്കാം. ശരിയല്ലേ? എങ്കിൽ ഈ 2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളെ √3 / 2 ഈസ് ഈക്വൽ ടു കോസ് ഓഫ് A/2 കിട്ടും. cos θ √3/2 cos 30 അല്ലേ √3/2 എന്ന് പറയുമ്പോൾ ഈ A/2 എന്ന് പറയുന്ന ആംഗിൾ ആക്ച്വലി 30 ഡിഗ്രിയാണ്. എങ്കിൽ എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ ഹാഫ് ആംഗിൾ ഫോർമുല നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. സെറ്റല്ലേ കാര്യങ്ങൾ? നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം. നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായിരിക്കും വരിക? മക്കൾ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ഒന്ന് സൊല്യൂഷൻ നോക്കുക. എങ്ങനെയാണ് വരിക? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ മെഷേർഡ് വിത്ത് പ്രിസം 30 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് പ്രിസം 60 ഡിഗ്രിയാണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം മെറ്റീരിയൽ ഈസ് എത്രയാണെന്നാണ് ചോദ്യം. എഗെയിൻ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും വരിക? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അവർ തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് കിടലിനായിട്ട് നോക്കി ഇങ്ങോട്ടേക്ക്. ആംഗിൾ ഓഫ് പ്രിസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 60 ഡിഗ്രിയാണ്. ഈവൻ നിങ്ങളുടെ ബോർഡ് എക്സാമിന് പോലും വേണമെങ്കിൽ ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലസ് 2-കാരെ സംബന്ധിച്ചിടത്തോളം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് n = നമ്മൾ ഇക്വേഷൻ എങ്ങനെ പഠിക്കുകയാണ്? എഴുതി പഠിക്കുകയാണ്.
സൈൻ ഓഫ് എ പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ഓഫ് എ ബൈ 2 എന്ന് എഴുതി കൂടെ മക്കളെ? എഴുതാം. അങ്ങനെയാണെങ്കിൽ n വിൽ ബി ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ഡി ബൈ 2 30 60 90 ബൈ 2 45 ഡിഗ്രി ഡിവൈഡ് ബൈ സൈൻ ഓഫ് എ ബൈ 2 60 ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് 30. കുഞ്ഞുങ്ങളെ സൈൻ 45 നമുക്കറിയാം 1/√2 ആണ്. സൈൻ 30 നമുക്കറിയാം 1/2 ആണ്. ഉറപ്പായിട്ടും 1/√2 ഡിവൈഡ് ബൈ 1/2 പകരം 1/√2 × √2 എന്ന് എഴുതിയാൽ താഴത്തെ 2 റൂട്ടുകൾ ക്യാൻസൽ ആവും. എ ബൈ ബി ബൈ സി എന്ന് പറയുമ്പോൾ ഈ സി നേരെ മുകളിലോട്ട് പോകും, വിച്ച് ഇസ് √2 എന്ന് കിട്ടും. എഗെയിൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് √2 എന്ന ആൻസർ കിട്ടും. സാധനം സെറ്റാണോ? കൂളല്ലേ കാര്യങ്ങൾ? അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ തുടങ്ങേണ്ടത്. പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻ, പ്രിസം എന്നല്ല ഏത് ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിലും ഏറ്റവും ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക. ഡയറക്റ്റ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കാനല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. എപ്പോഴും നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ വരുന്നു എന്നറിയുന്നത് വളരെ നല്ല കാര്യമാണ്. അതിനുശേഷം നമ്മൾ ആ ഇക്വേഷൻ ക്വസ്റ്റ്യൻസിലൂടെ ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലേൻ്റെ ഉള്ളിലേക്ക് കയ്യിലേക്ക് ആ ഇക്വേഷൻ അങ്ങ് വന്നോളും. നോക്കൂ, അടുത്തൊരു ചോദ്യം ഒന്ന് നോക്കിയേ. എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ഫോർ ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ പ്രിസം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് അവിടെ അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൃത്യമായി √3 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. റേ റിഫ്രാക്റ്റഡ് പാരലൽ ടു ബേസ് ഇൻസൈഡ് ദ പ്രിസം, the value of theta. നോക്കൂ, the ray refracted parallel to the base inside the prism എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിസത്തിൻ്റെ ബേസിന് പാരലായിട്ടാണ് റിഫ്രാക്റ്റഡ് റേ പോകുന്നത്. ഫസ്റ്റ് റിഫ്രാക്റ്റഡ് റേ പോകുന്നത് ബേസിന് പാരലായിട്ടാണ് മക്കളെ. അങ്ങനെ പാരലായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കാം, കേസ് അന്വേഷിക്കുന്ന പോലെയാണ്. യെസ്, പ്രിസത്തിൻ്റെ ബേസിന് പാരലായിട്ട് റേ പോയിരിക്കുന്നു. ഉറപ്പാണ് അവൻ മിനിമം ഡീവിയേഷനാണ് ഉണ്ടാക്കുക. തീർച്ചയാണ് ഡീവിയേഷൻ മിനിമമാണ്, ഡീവിയേഷൻ ഡി ആണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ. അങ്ങനെ മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ ഓഫ് എ പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ഓഫ് എ ബൈ 2 ആണ്. റെഡിയല്ലേ? ഇനി എൻ്റെ മക്കൾ നോക്കുക, ഇവിടുത്തെ മിനിമം ഡീവിയേഷൻ ഒന്നും അല്ല ആക്ച്വലി നിങ്ങളോട് ചോദിച്ചത്. ഇവിടുത്തെ ഇൻസിഡൻ്റ് ആംഗിളാണ് നിങ്ങളോട് ചോദിച്ചത്. ഇവിടുത്തെ ഇൻസിഡൻ്റ് ആംഗിളാണ് നിങ്ങളോട് ചോദിച്ചത്. ഇവിടെ ഇത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? എ എന്ന് പറയുന്നത് ഈക്വിലാറ്ററൽ പ്രിസമാണെന്ന് പറയുന്നുണ്ട്. ഈക്വിലാറ്ററൽ പ്രിസമാണ് ഈ പ്രിസം എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആംഗിൾ ഓഫ് പ്രിസം പ്രത്യേകിച്ച് ഒരാൾക്കും പണിയില്ലാണ്ട് 60 ഡിഗ്രി എന്ന് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ഡി ഡിവൈഡ് ബൈ 2. സൈൻ ഓഫ് എ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 60 ആണ്, പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ ഓഫ് എ ബൈ 2 ദറ്റ് ഈസ് സൈൻ 60 ഡിവൈഡ് ബൈ 2. എ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് അല്ലേ? എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആൻസർ എത്രയായിരിക്കും? √3 ഈക്വൽ ടു സൈൻ ഓഫ് 60 പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ 30 1/2 ആണ്. 1/2 നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √3 × 1/2 ദറ്റ് ഈസ് √3/2 ഈക്വൽ ടു സൈൻ ഓഫ് 60 പ്ലസ് ഡി ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? √3/2 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? √3/2 എന്ന് പറയുന്നത് സൈൻ 60 അല്ലേ? സൈൻ 60 ആണ് √3/2 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് 60 പ്ലസ് ഡി ഡിവൈഡ് ബൈ 2. ഡയറക്റ്റ് സൊല്യൂഷൻസ് എടുക്കുന്ന സമയത്ത് 60 എക്സാക്ട്ലി ഈക്വൽ ടു 60 പ്ലസ് ഡി ഡിവൈഡ് ബൈ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ ഡി നമുക്ക് 60 ഡിഗ്രി എന്ന് തന്നെ കിട്ടും. കാരണം 60 × 2 120 മൈനസ് 60 ഡിഗ്രിയിൽ നിന്ന് ഡീവിയേഷൻ കിട്ടും. നമുക്കറിയാം, വീണ്ടും നമുക്കറിയാം എവിടെയാണെങ്കിലും ഡീവിയേഷൻ എന്ന് പറയുന്നത് i പ്ലസ് ഇ മൈനസ് എ ആണ്. മിനിമം ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മിനിമം ഡീവിയേഷൻ സംഭവിക്കുമ്പം ഡെൽറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. ഐയും ഇയും സെയിം ആണ്. ഐയും ഇയും സെയിം ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 2i മൈനസ് എ എന്ന് കിട്ടും. ഡി 60 ഡിഗ്രിയാണ്. 2i എന്ന് പറയാൻ നമുക്കറിയില്ല. മൈനസ് എ ആംഗിൾ ഓഫ് പ്രിസം 60 ഡിഗ്രിയാണ്. ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ 60 പ്ലസ് 60 120 ആണ്, ഈക്വൽ 2i കിട്ടും. ആൻഡ് ഫൈനലി ഐയുടെ വാല്യൂ 60 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇതൊരു കുട്ടിക്ക് വളഞ്ഞ് ഈ 60 ഡിഗ്രിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും.
ഞാൻ ഒരുപാട് ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അവിടെ ചെയ്തു. പക്ഷെ ഇത്രയും കഷ്ടപ്പെടണോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്? വേണ്ടെന്നാണ് എൻ്റെ ഉത്തരം. ലോജിക്ക് വളരെ കൃത്യമായൊരു കുട്ടിയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയും സമയമില്ലാതെ നമുക്ക് വളരെ കൂളായിട്ട് ചെയ്യാൻ കഴിയും. എൻ്റെ മക്കൾ ഇങ്ങോട്ടേക്ക് നോക്കുക, ഒന്നും വേണ്ട, സിമ്പിളാണല്ലോ. നോക്കൂ, ഇതാണ് നമ്മുടെ പ്രിസം. പ്രിസത്തിൻ്റെ ഇൻസിഡൻ്റ് ആംഗിൾ നമുക്കറിയില്ല, പക്ഷേ നമുക്കറിയാം ഫസ്റ്റ് റിഫ്രാക്റ്റഡ് റേ ബേസിന് പാരലലാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ മിനിമം ഡീവിയേഷനാണ് സംഭവിക്കുന്നത്. മിനിമം ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ ഈ ആറും ഈ ആറും സെയിം ആയിരിക്കും, R1 R2 സെയിം ആയിരിക്കും. നമുക്കറിയാം സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണ്. പക്ഷേ R എന്ന് പറയുന്നത് കിട്ടാനൊരു വഴിയുണ്ട്. R1 + R2 ആംഗിൾ ഓഫ് പ്രിസമാണ്. R1 + R2 എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 2R ആണ് ഇവിടെ വരിക, മിനിമം ഡീവിയേഷൻ ആയതുകൊണ്ട്. സോ 2R എക്സാക്ട്ലി ഈക്വൽ ടു ആംഗിൾ ഓഫ് പ്രിസമായ 60 ഡിഗ്രി എന്ന് കിട്ടുന്നുണ്ട്. എങ്കിൽ R ഈക്വൽ ടു നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടില്ലേ? ഒറ്റയടിക്ക് ആൻസർ ആയില്ലേ? സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ വിച്ച് ഇസ് സൈൻ 30 വിച്ച് ഇസ് 1/2 എക്സാക്ട്ലി ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എത്രയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? √3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ 30, സൈൻ ആർ എന്ന് പറയുന്നത് സൈൻ 30 ആണ്. അങ്ങനെ സൈൻ 30 എടുക്കുകയാണെങ്കിൽ ആ സൈൻ 30 നമുക്ക് എത്ര കിട്ടുക? 1/2 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3. എങ്കിൽ സൈൻ ഐ എക്സാക്ട്ലി ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. സൈൻ ഐ √3 ഡിവൈഡ് ബൈ 2 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആംഗിൾ 60 ഡിഗ്രി ആണെന്നാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും നമുക്ക്. അപ്പോൾ വല്ലാതെ ഇക്വേഷൻസിനെ ഫോളോ ചെയ്യണമെന്നില്ല, നമുക്കതിൻ്റെ ലോജിക്ക് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ കുറച്ചുകൂടി സിമ്പിളായിട്ട് കിട്ടും. ഇക്വേഷൻ വെച്ചിട്ട് ആൻസർ കിട്ടും, പക്ഷേ നമുക്ക് ആ ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ സമയത്ത് നമുക്കത് ഓടുകയാണെങ്കിൽ നമുക്കത് കൂളായിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റും. എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഉഷാറായിട്ട് എഴുതണം കേട്ടോ എക്സാമിനേഷൻ. നമുക്ക് പ്രിസത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ തകർത്ത് ആ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ, നിങ്ങൾ വൃത്തിയിൽ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റേണ്ടതാണ്. എങ്കിലും മക്കളെ, അടുത്തൊരു ചോദ്യം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് cot A/2 ആണെങ്കിൽ മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എത്രയാണ്? നമുക്കറിയാം എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു ഇക്വേഷൻ. ഇനി നമ്മളത് മറക്കില്ല. സൈൻ ഓഫ് A+D ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ A/2 ആണ്. എൻ്റെ മക്കളെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് cot A/2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. cot A/2 എന്ന് പറഞ്ഞാൽ അത് cos A/2 ഡിവൈഡ് ബൈ സൈൻ A/2 അല്ലേ? cos θ ബൈ സൈൻ θ അല്ലേ cot θ, വിച്ച് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു സൈൻ ഓഫ് A+D ഡിവൈഡ് ബൈ 2 ബൈ സൈൻ ഓഫ് A/2 കിട്ടും. കുഞ്ഞുങ്ങളെ, സൈൻ A/2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് cos A/2 ഈക്വൽ ടു സൈൻ ഓഫ് A+D ഡിവൈഡ് ബൈ 2 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്കൊന്ന് നോക്കാം. ഇവിടെ cos θയും ഇവിടെ സൈൻ θയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് cos θകളെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. cos θ എന്ന് പറയുന്നത് സൈൻ ഓഫ് 90 മൈനസ് θയാണ്. എഗെയിൻ സൈൻ ഓഫ് θ പ്ലസ് 90യുമാണ്. cos θ സൈൻ 90 മൈനസ് θയുമാണ്, സൈൻ θ പ്ലസ് 90യുമാണ്, അല്ലെങ്കിൽ 90 പ്ലസ് θയുമാണ്. എവിടെ ഏത് ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് സിറ്റുവേഷൻ നോക്കി മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സി ഓൺലി സർക്യൂട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ cos θ റീപ്ലേസ് ചെയ്യുന്നത് സൈൻ 90 പ്ലസ് θ എന്നാണ്. കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് പഠിക്കുമ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്താൽ അപകടമാവുമോ? നമുക്കൊന്ന് നോക്കണം. cos A/2 എന്ന് പറയുന്നതിന് പകരം സൈൻ ഓഫ് A/2 പ്ലസ് 90 എന്ന് ഞാൻ എഴുതിയാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സൈൻ ഓഫ് A+D/2നെ ഞാൻ മുറിച്ചാൽ A/2 പ്ലസ് D/2 എന്നായി മാറും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ A/2 ഇല്ലാതാവുകയും D/2 എന്ന് പറയുന്നത് 90 ആവുകയും D എന്ന് പറയുന്നത് 180 ഡിഗ്രി ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം മാക്സിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് ഒരു പ്രിസത്തിന്. പ്രത്യേകം മനസ്സിലാക്കുക, മാക്സിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ 90 ഡിഗ്രിയാണ്.
ഇങ്ങനൊരു ഡീവിയേഷൻ ഒരിക്കലും ഒരു പ്രിസത്തിലും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സൈൻ തീറ്റ പ്ലസ് 90 ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ ഏതാണ്? സൈൻ 90 മൈനസ് തീറ്റയാണ് നമുക്കിവിടെ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കുക, ഇവിടെ ഞാൻ കോസ് എ ബൈ 2 ഒന്ന് റീപ്ലേസ് ചെയ്യാണ്. കോസ് എ ബൈ 2 റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് സൈൻ ഓഫ് 90 മൈനസ് എ ബൈ 2 എന്നാണ്. ഇങ്ങനെ ഞാൻ റീപ്ലേസ് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും നടപടിയാവോ? ആവും. സൈൻ തീറ്റ 1 ഈക്വൽ ടു സൈൻ തീറ്റ 2 ഫസ്റ്റ് ജനറൽ സൊല്യൂഷൻ. യഥാർത്ഥത്തിൽ സൈൻ തീറ്റ 1 ഈക്വൽ ടു സൈൻ തീറ്റ 2 ആണെങ്കിൽ തീറ്റ 1 ഈക്വൽ ടു തീറ്റ 2 എന്നില്ല കേട്ടോ. സൈൻ തീറ്റ 1 ഈക്വൽ ടു സൈൻ തീറ്റ 2 ആണെങ്കിൽ തീറ്റ 1 ഈക്വൽ ടു തീറ്റ 2 എന്ന് ഒരിക്കലും നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. ഇത് ഫസ്റ്റ് ജനറൽ സൊല്യൂഷനാണ്. അങ്ങനെ കുറേ സൊല്യൂഷൻസ് ശരിക്കും നമുക്ക് സൈൻ തീറ്റയ്ക്ക് ഉണ്ട്. അതിലൊരു സൊല്യൂഷൻ മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് പലപ്പോഴും നീറ്റ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സൊല്യൂഷൻ മാത്രമേ ഉപയോഗിക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് എഴുതാം 90 മൈനസ് എ ബൈ 2 എക്സാക്ട്ലി ഈക്വൽ ടു എ ബൈ 2 പ്ലസ് ഡി ബൈ 2 ചെയ്യുമ്പോൾ ഈ എ ബൈ 2 ലെഫ്റ്റിലേക്ക് പോയാൽ 90 മൈനസ് എ ബൈ 2 മൈനസ് എ ബൈ 2 ഈക്വൽ ടു ഡി ബൈ 2 എന്ന് കിട്ടും. ഇംപ്ലൈസ് ഡി ബൈ 2 ഈക്വൽ ടു 90 മൈനസ് എ ബൈ 2 പ്ലസ് എ ബൈ 2 അല്ലേ. 90 മൈനസ് ഓഫ് എ ബൈ 2 പ്ലസ് എ ബൈ 2. ഈ മൈനസ് പുറത്തേക്ക് എടുത്താൽ എ ബൈ 2 പ്ലസ് എ ബൈ 2 ആയി. അത് എന്തായി മാറും മക്കളെ? വെറും എ ആയി മാറും. ഡി ബൈ 2 എന്ന് പറയുന്നത് 90 മൈനസ് എ ആവും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്തിലേക്ക് പോകും? ഡി എക്സാക്ട്ലി ഈക്വൽ ടു 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 90 ഇൻറ്റു 2 180 മൈനസ് എ ഇൻറ്റു 2 എന്ന് കിട്ടും. ഇതാണ് മിനിമം ഡീവിയേഷൻ കിട്ടുക. 180 മൈനസ് 2a. തലേക്ക് കയറുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റെഡി, സെറ്റാണ്. ഇതൊന്നും ഒരിക്കലും ബൈഹാർട്ട് പഠിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം അപ്ലൈ ആവും എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ മിനിമം ട്രിഗണോമെട്രി, മിനിമം ജിയോമെട്രി നമ്മൾ എപ്പോഴും റേപ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് മക്കൾ പഠിച്ചു വെക്കണം. ഓക്കെയാണ്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ റേപ്റ്റിക്സിലെ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരാവുന്ന ചില ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ നോക്ക്. എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് അറ്റ് an angle theta on the refracting face of prism emerges from the other face normally. Yes, normally. The angle of prism 5 degree ആണെങ്കിൽ the prism is made of material refractive index 1.5 ആണെങ്കിൽ angle of incidence എത്രയാണ് എന്നാണ് കുഞ്ഞുങ്ങളെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ നമുക്കൊരു പ്രിസമുണ്ട്. ആ പ്രിസത്തിലേക്കുള്ള ഇൻസിഡന്റ് ആംഗിൾ ഐ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് ക്വസ്റ്റ്യനിൽ തരുന്നു. എഗെയിൻ റിഫ്രാക്റ്റിംഗ് ഫേസ് ഓഫ് പ്രിസം എമർജസ് ഫ്രം അതർ ഫേസ് നോർമലി എന്നാണ് പറയുന്നത്. യെസ്, നോക്കൂ, ഒരു റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ആ റിഫ്രാക്ഷന് ശേഷം ആ റേ ഡയറക്റ്റ് നോർമലായിട്ടാണ് അതിലൂടെ പോകുന്നത്. റേ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾ പറ. ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിൽ ഒരു റേ വന്ന് പതിക്കുമ്പോൾ ആ റേ എന്തായാലും റിഫ്രാക്ഷൻ നടക്കണം, ഒരൊറ്റ ആംഗിൾ ഒഴിച്ചിട്ട്. അത് ഏത് ആംഗിളാണ്? ഇൻസിഡൻറ്റ് റേ ഡയറക്ട്ലി നോർമൽ ടു ദ റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ് വരുന്നതെങ്കിൽ അത് ഒരു റിഫ്രാക്ഷനും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പോകും. വിതൗട്ട് എനി ഡീവിയേഷൻ, വിതൗട്ട് എനി എന്താണ് പറയുക, റിഫ്രാക്റ്റീവ് ആംഗിൾ, ഡയറക്റ്റ് ആയിട്ട് ആ ഇൻസിഡൻറ്റ് റേ കടന്നു പോകും, മുറിച്ചു പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ നമുക്ക് ഒരു R1 എഴുതാം. അടുത്ത റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഉണ്ടോ? ഇല്ല. R2 0 ആണ്, എമർജൻ്റ് ആംഗിൾ 0 ആണ്. ഇത് ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഫുള്ള് പോലും വായിച്ചിട്ടില്ല. ആ ക്വസ്റ്റ്യനിലൂടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൂളായിട്ട് കിട്ടുന്നുണ്ട് ഓൾറെഡി. നൗ എമർജസ് ഫ്രം ദ അതർ ഫേസ് നോർമലി എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആ ക്വസ്റ്റ്യൻ ബ്രേക്ക് ആവുന്നു. ഇനി അടുത്തൊരു കാര്യം, ആംഗിൾ ഓഫ് പ്രിസം 5 ഡിഗ്രിയാണെന്ന് തരുന്നു. ആംഗിൾ ഓഫ് പ്രിസം 5 ഡിഗ്രി ആണെങ്കിൽ എന്തായാലും ഒരു 10 ഡിഗ്രിയിൽ താഴെയൊക്കെ ആണെങ്കിൽ അത് തിൻ ആംഗിൾഡ് പ്രിസമായിട്ട് എടുക്കാവുന്നതാണ്. സൈൻ തീറ്റയായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്നതാണ്. യഥാർത്ഥത്തിൽ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്നതാണ്. സോ ആംഗിൾ ഓഫ് പ്രിസം 5 ഡിഗ്രിയാണ്.
ആൻഡ് പ്രിസം ഈസ് മെയ്ഡ് ഓഫ് മെറ്റീരിയൽ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.5 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്നാണ് ചോദ്യം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് n-1 ഇൻറ്റു എ എന്ന ഇക്വേഷൻ നമുക്ക് ധൈര്യമായിട്ട് എഴുതാവുന്നതാണ്. എങ്ങനെ, എന്തുകൊണ്ട്? ദ റീസൺ ഈസ് ഇത് തിൻ ആംഗിൾഡ് പ്രിസമാണ് അല്ലേ. ഉപയോഗിക്കേണ്ടി വരുമോ വരൂല എന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ ഈ ഇക്വേഷൻ നമുക്കിവിടെ ഉണ്ട്, അത് മനസ്സിലേക്ക് വെക്കുക. തിൻ ആംഗിൾഡ് പ്രിസം ആയതുകൊണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരില്ല, നമുക്കറിയില്ല. പക്ഷേ നമുക്കെല്ലാം അറിയുന്ന ഏതൊരു പ്രിസത്തിൻ്റെയും അൾട്ടിമേറ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഡെൽറ്റ എക്സാക്ട്ലി ഈക്വൽ ടു അല്ലേ, ഡെൽറ്റ എക്സാക്ട്ലി ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ ആണ്. ആൻഡ് അഗെയിൻ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. ഇങ്ങനെ നമുക്കറിയാവുന്ന പലതരം ഇക്വേഷൻസ് നമുക്കൊന്ന് കൊണ്ടുവന്ന് നോക്കാം. ഇതിലേത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കണം? എൻ്റെ മക്കളൊന്ന് നോക്കൂ, ഒന്ന് നോക്കൂ, ഏത് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും? ഇവിടെ ആംഗിൾ ഓഫ് പ്രിസം കൃത്യമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എഗെയിൻ R1 നമുക്കറിയില്ല, പക്ഷെ തീറ്റ എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഈ തീറ്റ കാണണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറയുന്നത് sin i ഡിവൈഡ് ബൈ sin r ആണ്. ആണോ അല്ലയോ? sin i ഡിവൈഡ് ബൈ sin r ആണ്. ഈ i ആണ് തീറ്റ എന്ന് പറയുന്നത്. പക്ഷേ വളരെ ചെറിയ ആംഗിൾ ആയതുകൊണ്ട് sin i എന്ന് പറയുന്നത് sin തീറ്റ എന്ന് പറയുന്നത് തീറ്റ എന്ന് എഴുതാം, sin r എന്ന് പറയുന്നത് r എന്ന് എഴുതാം. ബുദ്ധിമുട്ടാവുമോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ തീറ്റ കണ്ടുപിടിക്കാൻ n ഇൻറ്റു r എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. n നമ്മുടെ കയ്യിലുണ്ട് 1.5 ആണ്. 6 കണ്ടാൽ നമ്മുടെ പ്രശ്നം തീരില്ലേ? എങ്ങനെ 6 കാണാം? 6 കാണാൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്, എ ഈക്വൽ ടു R1 പ്ലസ് R2. സോ എ എന്ന് പറയുന്നത് കൃത്യമായി ക്വസ്റ്റ്യനിൽ തന്നു 5 ഡിഗ്രി. R1 നമുക്കറിയില്ല, 6 ആണ്. R2 നമുക്കറിയാം 0 ഡിഗ്രിയാണ്. കാരണം അത് നോർമലായിട്ടാണ് ആ സർഫസിന് പോയതെങ്കിൽ അവിടുത്തെ R2ഉം ഇയും 0 ഡിഗ്രിയാണ്. എങ്കിൽ സ്മോൾ ആർ എക്സാക്ട്ലി ഈക്വൽ ടു 5 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് ധൈര്യമായിട്ട് തീറ്റ ഈക്വൽ ടു 1.5 ഇൻറ്റു 5 15 75 7.5 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. നോക്കൂ, ഈ ബ്ലാക്ക് കളറിൽ എഴുതിയ ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ശരിക്കും ഈ ഇക്വേഷൻസ് മാത്രം കൊണ്ട് നമുക്ക് പ്രിസം വർക്കാവില്ല. ഇക്വേഷൻസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അതിൻ്റെ ലോജിക്ക് കൂടി കൃത്യമായിട്ട് എടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ച ലോജിക്ക് ഏതാ? വളരെ ചെറിയ ആംഗിൾ ആണെങ്കിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്നുള്ളൊരു ലോജിക്ക് ഞാൻ ഉപയോഗിച്ചു. എഗെയിൻ രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ എന്താണ് ഉപയോഗിച്ചത്? ഞാൻ ഉപയോഗിച്ച കാര്യം R1 പ്ലസ് R2 എൻ്റെ മനസ്സിലേക്കുണ്ട്. R1 പ്ലസ് R2 എക്സാക്ട്ലി ഈക്വൽ ടു എ ആണ്. എങ്കിൽ R1 നമുക്കറിയുമോ? ഇല്ല. എ നമുക്കറിയോ? അറിയാം. R2 നമുക്കറിയുമോ? അറിയാം. എങ്ങനെ അറിയാം? അത് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിട്ടി. എങ്ങനെ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിട്ടി? നമുക്കറിയാം അതർ ഫേസ് നോർമലിയാണ് റേ പോകുന്നത്. അപ്പോൾ റേ പോകുന്നത് ആ ഫേസിന് നോർമലായിട്ടാണെങ്കിൽ അവിടുത്തെ R2ഉം ഇയും 0 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ മുതൽ പ്രിസം ഇങ്ങനെ കയറി പോവാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എൻ്റെ മക്കൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസത്തിൻ്റെ ഏത് തിരിഞ്ഞ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും നോർമലി ഒരു നീറ്റ് എക്സാമിനേഷന്. പോയിന്റ് ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇത് നമ്മുടെ നീറ്റ് എക്സാമിനേഷന് വന്ന ചോദ്യമാണ്. മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതെന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നമ്മുടെ പ്രിസത്തിൻ്റെ കുറേ കൺവെൻഷൻസ് വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുമോ? നമുക്കൊന്ന് നോക്കാം. ലൈറ്റ് റേ എൻറ്റേഴ്സ് ത്രൂ എ റൈറ്റ് ആംഗിൾഡ് പ്രിസം അറ്റ് എ പോയിന്റ് P വിത്ത് ആംഗിൾ ഇൻസിഡൻസ് 30 ഡിഗ്രിയാണ്. ഇറ്റ് ട്രാവൽസ് ത്രൂ ദ പ്രിസം പാരലൽ ടു ദ ബേസ് ആൻഡ് എമർജസ് അലോങ് ദ ഫേസ് AC. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം ഈസ്. ഇവിടെ ഇത് റൈറ്റ് ആംഗിൾഡ് പ്രിസം എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി നമുക്കറിയാം. ഈ ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. ഇത് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് ആംഗിൾ R1 ആണ്, ഇത് R2 ആണ്. രണ്ട് റിഫ്രാക്റ്റിംഗ് ആംഗിൾ R1 പ്ലസ് R2 നമുക്ക് ചെയ്താൽ കിട്ടുന്നത് ആംഗിൾ ഓഫ് പ്രിസമാണ്. അത് 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതവിടെ നമ്മൾ ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത് 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കൃത്യമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റെഡിയാണല്ലോ?
ആൻഡ് എമർജസ് എലോങ് ദ ഫേസ് എ സി. യെസ്, ഇവിടുത്തെ റേ എമർജസ് എലോങ് ദ ഫേസ് എ സി ആണ്. എ സി എന്ന് പറയുന്ന ആ ഫേസിലൂടെ അത് എമർജ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ എമർജൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് R2 ക്രിറ്റിക്കൽ ആംഗിളാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഒരു റേ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസിൽ നിന്ന് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത്, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് പോകുന്ന റേ റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ അത് ആ റിഫ്രാക്റ്റിംഗ് സർഫസിലൂടെ ഗ്ലാൻസിങ് ആയിട്ട് പോവുകയാണെങ്കിൽ 100% ഉറപ്പാണ് ആ പർട്ടിക്കുലർ ആംഗിൾ ക്രിറ്റിക്കൽ ആംഗിളാണ്. വിച്ച് ഇസ് R2 എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ആംഗിളാണ്. റെഡി അല്ലേ? എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് എഴുതാം സൈൻ ഓഫ് R2 അല്ലെങ്കിൽ സൈൻ C ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഓഫ് ദ പ്രിസം. സോ സൈൻ R2 1/n ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താ വേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസമാണ്. അപ്പോൾ R2 നമുക്ക് അവിടെ കിട്ടണം, വേണ്ടേ? കിട്ടണം. അപ്പോൾ സൈൻ R2 നമുക്ക് അവിടെ കിട്ടി, n നമുക്കവിടെ ബന്ധം കിട്ടി. സൈൻ R2 എക്സാക്ട്ലി ഈക്വൽ ടു 1/n. കുഞ്ഞുങ്ങളെ, ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും? ചെയ്യാമല്ലോ. നമുക്കറിയാലോ ഈ ഒരു ഭാഗത്തെ റിഫ്രാക്ഷനെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ. നോക്കൂ, സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. എങ്കിൽ എൻ്റെ മക്കളെ നോക്ക്, സൈൻ ഐ എന്ന് പറയുന്നത് സൈൻ 30 ഡിവൈഡ് ബൈ സൈൻ R1 എന്ന് പറയുന്നത് n ആണ്. ശരിയല്ലേ? കുഞ്ഞുങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. അപ്പോൾ സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ സൈൻ R1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സൈൻ 30 ഡിവൈഡ് ബൈ n അഥവാ 1/2n എന്ന് എഴുതാൻ പറ്റും എനിക്ക്. അപ്പോൾ സൈൻ R1 1/2n ആണ്. സൈൻ R1 1/2n ആണ്. പോയിന്റ് ക്ലിയർ ആണോ? ഇപ്പോൾ നമുക്ക് 3 വേരിയബിൾസായി. R1, R2, n 3 വേരിയബിൾസ് ആണ്. നമുക്ക് n ആണ് വേണ്ടത്, അറിയില്ലേ? അതുകൊണ്ട് നമുക്കറിയാം R1 + R2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എങ്കിൽ ഞാൻ ചുമ്മാ ആ R2നെ അങ്ങ് റീപ്ലേസ് ചെയ്യാണ്. R2 എന്ന് പറയുന്നത് ആരായിട്ട് എഴുതാം മക്കളെ? 90 - R1 എന്ന് എഴുതാം. അപ്പോൾ എനിക്കിവിടെ സൈൻ R2ന് പകരം സൈൻ ഓഫ് 90 - R1 എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ n ആണ്. എഗെയിൻ ഇവിടെ സൈൻ ഓഫ് R1 ഈക്വൽ ടു 1/2n എന്ന് എഴുതാം. തീർച്ചയായിട്ടും എനിക്ക് എന്ത് ചെയ്യാം? ഇത് സൈൻ 90 - θ കോസ് θയാണ്. ദറ്റ് ഈസ് കോസ് R1 ഈക്വൽ ടു 1/n എഴുതാം. എഗെയിൻ സൈൻ R1 ഈക്വൽ ടു 1/2n എഴുതാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, റൊട്ടേഷൻ മോഷൻ തുടങ്ങിയ ചാപ്റ്റേഴ്സിൽ നമുക്ക് പലപ്പോഴും സൈൻ തീറ്റ കോസ് തീറ്റ വരുന്ന സമയത്ത് അതിനെ കളയേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. സൈൻ തീറ്റയും കോസ് തീറ്റയും പിന്നെ ഓസിലേഷൻസിലൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാം. സൈൻ തീറ്റയും കോസ് തീറ്റയും ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ചെയ്യുക. 1 ആണല്ലോ കിട്ടുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ കോസ് സ്ക്വയർ R1 പ്ലസ് സൈൻ സ്ക്വയർ R1 എക്സാക്ട്ലി ഈക്വൽ ടു 1/n² പ്ലസ് 1/2n ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും. ചെയ്താൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 കിട്ടും. ദറ്റ് ഈസ് 1/n² പ്ലസ് 1/4n² കിട്ടും. മക്കളെ 1 + 1/4 5 ഡിവൈഡ് ബൈ 4 n² ഈക്വൽ ടു 1 കിട്ടും. n² ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ 4 കിട്ടും. n ഇസ് ഈക്വൽ ടു √5 ഡിവൈഡ് ബൈ 2 കിട്ടും. സോ ഇതാണ് ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പ്രീവിയസ് ഇയർ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്തത് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഇക്വേഷൻസ് അല്ല, പകരം ലോജിക്കാണ്, പകരം മാത്തമാറ്റിക്കലായിട്ടുള്ളൊരു സിമ്പിൾ എബിലിറ്റിയാണ്. ഈ ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. റെഡിയാണല്ലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പ്രിസത്തിൽ വരുന്ന ഹൈ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരുപാട് തരം ചോദ്യങ്ങൾ ഇപ്പോൾ ഡോപ്പയിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൾട്ടിപ്പിൾ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പക്ഷേ വളരെ ചെറിയൊരു സമയത്തിന് ഒരു കുട്ടിക്ക് പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സമയത്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതൊക്കെ പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത് പ്യുവർലി മാത്തമാറ്റിക്സ് ആണ്.
ഇത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണം തീരുമാനിക്കേണ്ട നമ്മളാണ്. അന്നേരം നമുക്ക് വേറൊരു മെത്തേഡ് തോന്നുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്കത് ചെയ്യാം. പക്ഷേ മാത്തമാറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഒരിക്കലും പാനിക് ആവരുത്. നിങ്ങൾ ലോജിക്കലി കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ സ്റ്റെപ്പിനെ ബിലീവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. എൻ്റെ മക്കൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. A ray falls on a prism ABC and travels as shown in the figure. Minimum refractive index of the prism of the material would be. എത്രയായിരിക്കും വരിക? ഒരു റേ വരുന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന റേ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. 90 ഡിഗ്രിയിലാണെങ്കിൽ വിത്തൗട്ട് എനി റിഫ്രാക്ഷൻ നേരെ വന്ന് ഇവിടെ പതിച്ചു. ഇവിടെ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോവാതെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അതായത് റിഫ്രാക്റ്റിംഗ് മീഡിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് TIR ആണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു നോർമൽ വരച്ചാൽ ഈ ഇൻസിഡൻ്റ് ആംഗിളും ഈ റിഫ്ലക്റ്റഡ് ആംഗിളും സെയിം ആയിരിക്കും. ശരിയല്ലേ? എങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഈ ആംഗിളും തീറ്റയായിരിക്കും. ആ തീറ്റ ആരാണ്? ഞാൻ ഇവിടുന്ന് ഒരു പാരലൽ ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഇത് പാരലൽ ആയതുകൊണ്ട് ഇത് 45 ഡിഗ്രിയാണ്. നമുക്കറിയാം ഇത് AB = BC, BC = AB എന്ന റൈറ്റ് ആംഗിൾഡ് ഐസോസിലസ് ട്രയാങ്കിളാണ്. രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിനോട് തൊട്ടിരിക്കുന്ന ആംഗിൾസും സെയിം ആണ്. അപ്പോൾ ഒരുത്തൻ 45 ഡിഗ്രി ആണെങ്കിൽ ഇവനും 45 ഡിഗ്രി തന്നെയാണ്. എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പല്ലേ കുഞ്ഞുമക്കളെ ഇവിടെ ഈ ആംഗിൾ എത്രയായിരിക്കും വരിക? ഈ ആംഗിൾ 45. നോക്കൂ, ഇത് 90 ഡിഗ്രി, ഉറപ്പായിട്ടും ഈ ആംഗിൾ 90 ഡിഗ്രി. സോ ഇത് 45 എങ്കിൽ തീറ്റ നമുക്ക് 100% ഉറപ്പായിട്ടും 45 ഡിഗ്രി എന്ന് കിട്ടൂലേ? തീറ്റ 45 ഡിഗ്രി അല്ലേ? നോക്ക്, ഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾ നോക്ക്, 90 ഡിഗ്രിയിൽ നേരെ വരുന്ന ഒരു റേ ഞാൻ ഇവിടെ നിന്നൊരു ബേസ് ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ചാൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ഡിഗ്രിയാണ്. 45 90 കഴിച്ച് ബാക്കി ഇവിടെ വരുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയില്ലേ? സോ ഈ ആംഗിൾ 45 ഡിഗ്രി ആയില്ലേ? ഈ ആംഗിൾ 45 ഡിഗ്രി ആയി. എഗെയിൻ ഇത് 90 ഡിഗ്രിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിന്നൊരു നോർമൽ വരച്ചാൽ ഇത് ഇൻസിഡൻ്റ് ആംഗിളും ഇത് റിഫ്ലക്റ്റഡ് ആംഗിളും ആണ്, സെയിം ആംഗിളാണ് വരിക. ഉറപ്പല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതും 45 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ എല്ലാ ഇൻസിഡൻ്റ് ആംഗിൾസും 45 ഡിഗ്രിയാണ്. എങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കണ്ടീഷൻ ഉറപ്പായിട്ടും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കണ്ടീഷൻ്റെ ഏറ്റവും മിനിമം കണ്ടീഷൻ എന്ന് പറയുന്നത് sin C = 1/n ആണ്. C എന്ന് പറയുന്നത് ഇവിടെ തീറ്റയാണ്. ദാറ്റ് ഈസ് sin 45 1/n ആണ്. 1/√2 = 1/n ആണ്. ഇംപ്ലൈസ് n എന്ന് പറയുന്നത് √2 ആണ് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇതൊക്കെയാണ് മക്കളെ നോർമലി പ്രശ്നത്തിൽ വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഹൈ ഈൽഡ് സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റ് ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ വെറൈറ്റി ക്വസ്റ്റ്യനും ആ കോൺസെപ്റ്റ് ആണെന്ന് വിചാരിച്ചാലും അതിൻ്റെ പുറത്തേക്ക് പോകുന്ന ചില ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ, ഇതെല്ലാം കൂടി ഓരോ കോൺസെപ്റ്റുകളെയും നമ്മൾ അടുക്കി കൂട്ടിയ ഒരു പർട്ടിക്കുലർ പരിപാടിയാണ് ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ശരിക്കും പറഞ്ഞാൽ നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന 2025 നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഒരു കുട്ടി 100% കണ്ടിരിക്കേണ്ട ഒരു പോർഷനാണെന്ന് ഞാൻ പറയും. കാരണം ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം 45 ക്വസ്റ്റ്യനിൽ മിനിമം ഒരു 25 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരൊറ്റ സീരീസ് കൊണ്ട് ക്രാക്ക് ചെയ്യാൻ കഴിയും. ബാക്കി വരുന്ന 20 ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമൽ ലെവലിലൊക്കെ കിട്ടിപ്പോകും. പക്ഷേ ബാക്കിയുള്ള 25 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പ്രയാസമുള്ള 25 ക്വസ്റ്റ്യൻ ഈ ഹൈ ഈൽഡ് സീരീസ് നിങ്ങൾ നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂളായിട്ട് കിട്ടും. കാണുക മാത്രമല്ല, ആ ഒരു സീരീസ് നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ.
റെഡിയാണല്ലോ മക്കളെ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇന്ന് തന്നെ പ്രിസത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ മക്കളെ? സോ തകർക്ക്, അടിപൊളിയാക്കണം. നമുക്ക് ഈ നീറ്റ് 2025 നമുക്ക് ക്രാക്ക് ചെയ്യണം. നീറ്റ് എക്സാമിനേഷൻ ഭയങ്കര ഒരു കീറാമുട്ടിയാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ സാധനം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, കിഡിലിനാക്കുക, പൊളിക്കുക. മക്കളെ, അടുത്തൊരു കിഡിലിൻ ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ സീരീസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അടുത്ത ക്ലാസ് കാണാം. ബൈ.